സമകാലിക കേരളത്തെ സംബന്ധിച്ചും മാധ്യമങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് ഇവിടെ ഒരു ചർച്ച എന്ന നിലയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറെ സമയമെടുത്ത് ദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വെച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി KN രചിച്ച സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ സഖാവ് വേണുഗോപാലിൻ്റെ ലെനിനും ലെനിനിസവും എന്നൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ സാന്ദർഭികമായി ആ പുസ്തകത്തെക്കുറിച്ച് പരാമർശിച്ചത് ആ പുസ്തകത്തിൽ KN എഴുതിയ ഒരു ലേഖനം, ആ ലേഖനത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ്: ആശാന്റെ ചിന്താവിഷ്ടയായ സീതയുടെ ഒരു പുതിയ വായനയാണ് KN പരിചയപ്പെടുത്തുന്നത്. ചിന്താവിഷ്ടയായ സീത രചിച്ച് 100 വർഷമായ ഘട്ടത്തിലാണ് KN ആ പഠനം നടത്തിയത്. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഒരു സാമൂഹ്യ വിമർശനം എന്ന നിലയിൽ മുൻപോട്ട് വെക്കുന്ന ഒരു വാദം, ആ വാചകം ഇങ്ങനെയാണ്: കേരളീയ സമൂഹത്തിൽ സംവാദങ്ങളില്ല എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ തൊലിപ്പുറമെ മാത്രം സ്പർശിച്ച് കടന്നു പോവുകയും ഉള്ളിലേക്ക് ഒരു അസ്വസ്ഥതയും സൃഷ്ടിക്കാത്തതുമാണ് മിക്ക സംവാദങ്ങളും എന്ന് അദ്ദേഹം പറയും. തലയ്ക്ക് മുകളിൽ ആശയങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ അവയൊന്നും മസ്തിഷ്കത്തെയോ ഹൃദയത്തെയോ ജീവിതത്തെയോ പിടിച്ചു കുലുക്കുന്നില്ല എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സെമിനാറുകളും സംവാദങ്ങളും നടക്കുന്ന ഒരു നാട് കേരളമായിരിക്കും ഇപ്പോഴും. എന്നാൽ സംവദിക്കപ്പെടുന്ന ആശയങ്ങൾ, ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങൾ, വിഷയങ്ങൾ മലയാളികളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ, അവരുടെ തലച്ചോറിലേക്ക് അത് കടന്നു വരുന്നുണ്ടോ എന്നത് KNന്റെ വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നാം സ്വയം വിമർശനപരമായി പരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ ഭൂതകാലത്തെ സംബന്ധിച്ച് ഒരു സാമാന്യ വിവരം എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളെയും പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉച്ചനീചത്വങ്ങൾ ആ ഒരു വാക്കിലെല്ലാം പെടും എന്നെനിക്ക് തോന്നുന്നു. കൂടുതൽ വിശദീകരണങ്ങൾ ഒഴിവാക്കുകയാണ്. ഭ്രാന്താലയം എന്ന വിശേഷണം ചോദിച്ചു വാങ്ങിയ ഒരു നാടാണ് നമ്മുടെ നാട്. ആ ഒരു കാലഘട്ടത്തോട് ഏറ്റുമുട്ടിയാണ് കേരളം മുൻപോട്ട് വന്നത്. ആ നവോത്ഥാനത്തിൻ്റെ പ്രൗഢമായ ഒരു ചരിത്രം നമുക്കുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മറ്റു പലയിടങ്ങളിലും നവോത്ഥാനത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിയിട്ടുണ്ട്. തമിഴ്നാട്, മഹാരാഷ്ട്ര, ജാതീയമായ ഉച്ചനീചത്വങ്ങളും അരാജകത്വങ്ങളും എല്ലാം അരങ്ങുവാണിരുന്ന പ്രദേശങ്ങളിലൊക്കെ ചെറുതും വലുതുമായ നവോത്ഥാനത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ അഗ്നിജ്വാലകൾ പടർന്നിട്ടുണ്ട്. പെരിയൂർ രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ തമിഴകം ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരായ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്നു. മഹാത്മാ ജ്യോതിബ ഫൂലെയെ പോലെയുള്ളവർ മഹാരാഷ്ട്രയിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്തു. എന്നാൽ കേരളത്തിന് ഇതിൽ നിന്നുള്ള പ്രത്യേകത, വ്യത്യാസം, ഈ നവോത്ഥാനത്തെ ഒരു രാഷ്ട്രീയ വികാസമായി പരിണമിച്ചത്, രാഷ്ട്രീയ മുന്നേറ്റമായി മാറിയത് ഒരുപക്ഷെ കേരളത്തിലാണ്. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും സാമൂഹ്യ പരിഷ്കരണം, നവോത്ഥാനം രാഷ്ട്രീയ മുന്നേറ്റമായി വികസിച്ചു എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ കേരളത്തിൽ അത് ഒരു രാഷ്ട്രീയ വികാസമായി തന്നെ പരിണമിച്ചു. കേരളത്തിലെ ജാതീയതയ്ക്കെതിരായ എണ്ണിയാലൊടുങ്ങാത്ത ചെറുത്തുനിൽപ്പുകളുടെയും പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും എല്ലാം തുടർച്ച, വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ പിന്നിട്ട് പാലിയം സമരമാകുമ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പാലിയം സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന അനുഭവം നാം കാണുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായി നവോത്ഥാനത്തെ വികസിപ്പിച്ച നാടാണ് നമ്മുടെ നാട്. ആ നവോത്ഥാന ആശയങ്ങൾ എല്ലാ രംഗത്തും സജീവമായി തന്നെ വ്യാപിച്ചു. സാഹിത്യത്തിലും കലയിലുമെല്ലാം നവോത്ഥാനാശയങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടായി. ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചിരിക്കാത്തവരുമായ കേരളത്തിൻ്റെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ അതികായ വ്യക്തിത്വങ്ങൾ അവരുടെ സൃഷ്ടികളിൽ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ ഭംഗിയായി ഉൾച്ചേർക്കപ്പെട്ടു. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ വരും. ഞാൻ പ്രത്യേകമായിട്ടൊന്നും എടുത്ത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ്
അല്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് രാജ്യത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു വിസ്മയമായി 57-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തന്നെ കേരളത്തിൽ അധികാരത്തിൽ വന്നു. വലിയ മാറ്റങ്ങൾക്ക് നാം വിധേയമായി. നമ്മുടെ സമൂഹം മാറ്റത്തിന്റെ പടപ്പാട്ടുകാരായി മാറി. എന്നാൽ വർത്തമാനകാല കേരളീയ സമൂഹത്തിൽ ഒരു സ്തംഭനാവസ്ഥയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട്. നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റ് വീശിയ കേരളത്തെ ഉച്ചനീചത്വങ്ങളുടേതായ ഇന്നലകളിലേക്ക് മടക്കി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ശക്തമാണ്, സജീവമാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും മനുഷ്യവിരുദ്ധതയ്ക്കുമെതിരെ തീയാളിയ സമരങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്ന കേരളത്തിൽ പക്ഷേ ഈ അന്ധവിശ്വാസങ്ങളെയും ജാതീയതയെയും വർഗീയതയെയും നമുക്ക് തുടച്ചു നീക്കാൻ സാധിച്ചിട്ടില്ല. ബിപിൻ ചന്ദ്ര തൻ്റെ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്, ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് വർഗീയത ഇല്ലാതാവില്ല. വർഗീയതയ്ക്കെതിരായ സമരം ഇടവേളകളില്ലാതെ നിരന്തരം ഏറ്റെടുക്കേണ്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ വർഗീയത അവസാനിച്ചു എന്ന് കരുതരുത് എന്ന് പറയുന്നുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം തീക്ഷ്ണമായി വളർന്നു വരുമ്പോൾ വർഗീയത സ്വാഭാവികമായി ഇല്ലാതായിക്കൊള്ളും എന്ന് നെഹ്റുവിനെ പോലെയുള്ള ദേശീയ നേതാക്കന്മാർ ധരിച്ചതിനെ ബിപിൻ ചന്ദ്ര വിമർശിക്കുന്നുണ്ട്. നെഹ്റുവും മറ്റും അങ്ങനെ കരുതിയിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തമായി മുൻപോട്ട് വരുമ്പോൾ വർഗീയതയൊക്കെ സ്വാഭാവികമായി തന്നെ അങ്ങ് ഇല്ലാതായി പോയിക്കൊള്ളൂ എന്ന് കരുതിയിരുന്നു. ഇടതുപക്ഷത്തിനെതിരായ വിമർശനവും ബിപിൻ ചന്ദ്ര ഉയർത്തുന്നുണ്ട്. വർഗസമരം ശക്തിപ്പെടുമ്പോൾ വർഗീയത സ്വാഭാവികമായും മാഞ്ഞു പോകും എന്ന് ധരിച്ചിരുന്നു എന്ന വിമർശനം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ആ വിമർശനങ്ങളെ തുടർന്നാണ് ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഇല്ലാതാകുന്നതല്ല വർഗീയത. വർഗീയതയ്ക്കെതിരായ സമരം എന്നും തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ് എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. മറ്റു പലരും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒ വി വിജയൻ 80കളുടെ മധ്യത്തിൽ എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ 984-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ ദൂരദർശനിലോ മറ്റോ ആ റിസൾട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒ വി വിജയനോടൊപ്പം ഒ രാജഗോപാൽ ഉണ്ടായിരുന്നു അത്രേ. 84-ലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. BJP നമ്മുടെ രാജ്യത്ത് ദയനീയമായി പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. വിരലുണ്ടാവുന്ന 1-2 സീറ്റ് മാത്രം ജയിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒ വി വിജയൻ പറഞ്ഞു അത്രേ, നിങ്ങളുടെ കക്ഷി എല്ലായിടത്തും പരാജയപ്പെടുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ രാജഗോപാലിന്റെ മറുപടി അദ്ദേഹം അതെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അത്രേ, പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ സ്വീകരിക്കപ്പെടും. അതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഒ വിജയൻ ചോദിച്ചു എന്തുകൊണ്ട്? വല്ലാത്ത ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് വലിയ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ. അപ്പോൾ ഒ വിജയൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന് രാജഗോപാൽ പറഞ്ഞ മറുപടി, ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ജയിക്കും എന്നല്ല, ഞങ്ങൾ ചൂഷണത്തിനും അടിമത്തത്തിനുമെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തി ജനങ്ങളുടെ പിന്തുണ ആർജിക്കും എന്നല്ല, രാജ്യത്തെ ജനങ്ങളെ എപ്പാടും ഞങ്ങൾ വിദ്യാസമ്പന്നരാക്കി മാറ്റി അവരുടെ ചിന്താശേഷിയെ ശക്തിപ്പെടുത്തി അവരുടെ പിന്തുണ ആർജിക്കും എന്നൊന്നുമല്ല പറഞ്ഞു. ഒ രാജഗോപാൽ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, സിന്ധു ഗംഗാ തടത്തിൽ പിറവിയെടുത്ത ഏതൊരു പ്രസ്ഥാനവും ഇന്ത്യയിൽ വിജയിച്ചേ മതിയാകും. അതായിരുന്നു മറുപടി. അദ്ദേഹം പറഞ്ഞ മറുപടിയുടെ പച്ച മലയാളം, ഞങ്ങൾ വിശ്വാസത്തെയും ഭക്തിയെയും മതത്തെയും ജാതീയതയെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജയിക്കും എന്ന് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തെ, വേദേതിഹാസങ്ങളെ, പുരാണങ്ങളെ, അതിൻ്റെ ഒരു ആശയ തലത്തെ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ്. സിന്ധു ഗംഗാ നദീതടത്തിൽ പിറവിയെടുത്ത ഏതൊരു പ്രസ്ഥാനവും ഇന്ത്യയിൽ ജയിച്ചേ തീരും. ഇന്ത്യയിലെ ഭക്തിയെ ഉപയോഗപ്പെടുത്തുക, വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ട് ഞങ്ങൾ പിന്തുണ നേടും എന്നല്ല, ഞങ്ങൾ ഈ ഭക്തിയെയും വിശ്വാസത്തെയും ആ പരിസരത്തെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
ഇപ്പോഴത് ഏറ്റവും അപകടകരമായ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയതയെ ശക്തിപ്പെടുത്താനാണ്. വർഗീയത നമ്മുടെ രാജ്യത്തെ സമ്പൂർണമായ നാശത്തിലേക്ക് നയിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മതനിരപേക്ഷവാദിയായ മനുഷ്യനെ, മനുഷ്യസ്നേഹിയായ മനുഷ്യനെ വർഗീയവാദിയാക്കുക എന്നതാണ് ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആകത്തുക. നമ്മളെ ഓരോരുത്തരെയും വർഗീയവാദികളാക്കി മാറ്റാനാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിശ്വാസത്തെ ഒരു മറയായി സ്വീകരിക്കുക, വിശ്വാസത്തിന്റെ പാതയിലൂടെ വർഗീയതയുടെ രഥം തെളിക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് നമ്മുടെ നാട്, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ അപകടം. ആ അപകടത്തിന്റെ മുന്നിലാണ് നാം നിൽക്കുന്നത്. എം മുകുന്ദന്റെ ഒടുവിലത്തെ നോവൽ നിങ്ങൾ അത് എൻ്റെ കോപ്പി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി വായിക്കണം. നിങ്ങൾ എന്ന പുസ്തകമാണ് അദ്ദേഹം ഒടുവിലായി എഴുതിയത്. അത് ആഴ്ചപ്പതിപ്പിൽ കണ്ടശയായി പ്രസിദ്ധീകരിച്ചിരുന്നതാണ്, പിന്നീട് പുസ്തക രൂപത്തിലായി. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ്. ആ നോവലിന്റെ ആഖ്യാനത്തിൽ തന്നെ ഏറെ സവിശേഷതകളുണ്ട്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ഓരോരുത്തരുമാണ്. ആ പുസ്തകം വായിക്കാൻ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമ്മളാണ് അതിലെ നിങ്ങൾ. നിങ്ങളുടെ പേര് ഉണ്ണീഷ്ണൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് നോവൽ ആരംഭിക്കുന്നത്. വായനക്കാരനെ കേന്ദ്ര കഥാപാത്രമാക്കി മാറ്റുന്ന ഒരു ശില്പചാതുര്യം ആ നോവലിൽ പ്രകടിപ്പിക്കുന്നത്. അതൊന്നുമാവട്ടെ, സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു. ആ നോവലിലെ ഒരു അധ്യായത്തിന്റെ പേര് നിങ്ങളും ഹിറ്റ്ലറും എന്നാണ്. ആ നോവലിലെ ഓരോ അധ്യായങ്ങളും അങ്ങനെയാണ്, നിങ്ങളും പിന്നെ ഇന്നതും എന്ന നിലയിലാണ് അങ്ങനെ വരും. അപ്പൊ നിങ്ങളും ഹിറ്റ്ലറും എന്നാണ് ആ ഒരു അധ്യായത്തിന്റെ പേര്. ആ അധ്യായത്തിൽ നോവലിസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു വാചകം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കുന്ന ഓരോരുത്തരും, നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു അപകടത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ്. ഭാഗം ഇങ്ങനെയാണ്: വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിക്കുന്നു, നിങ്ങൾ വഴങ്ങിയിട്ടില്ല. അപ്പോ പുസ്തകം വായിക്കുന്ന മലയാളിക്ക് ഇണങ്ങുന്ന ഒരു ഇതാണ്, നിങ്ങൾ വഴങ്ങിയിട്ടില്ല. അവിടെ അവസാനിപ്പിക്കുന്നില്ല, അടുത്ത വാചകം ഇങ്ങനെയാണ്: പക്ഷേ ഒരവസരം കാത്ത് തൊലിപ്പുറത്തിപ്പോഴും അതുണ്ട്. ഓരോ മലയാളിയുടെയും മുൻപിൽ മുന്നറിയിപ്പിന്റെ സ്വഭാവമുള്ള, പ്രവചന സ്വഭാവമുള്ളൊരു വാചകം എം മുകുന്ദൻ എഴുതി വയ്ക്കുന്നു. വർഗീയതയും വംശീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിക്കുന്നു, നിങ്ങൾ വഴങ്ങിയിട്ടില്ല. പക്ഷേ ഒരവസരം കാത്ത് നിങ്ങളുടെ തൊലിപ്പുറത്ത് അതിപ്പോഴുമുണ്ട്. വർഗീയതയും വംശീയതയും, വർഗീയ വിദ്വേഷം, ജാതീയത, ഇതെല്ലാം തൊലിപ്പുറത്തൊരവസരം കാത്ത് പതിയിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് നിങ്ങളെന്ന നോവലിലൂടെ ആ എഴുത്തുകാരൻ കേരളീയ സമൂഹത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വയ്ക്കുന്നത്. ഈ അപകടകരമായ ഒരു സന്ധിയിലാണ് നാം എത്തി നിൽക്കുന്നത്. വർഗീയമായി മനുഷ്യനെ വിഭജിക്കുക, വർഗീയതയുടെ തടവുകാരാക്കി മാറ്റുക, നീചമായ ജാതിബോധത്തിന്റെ അടിമകളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം സമ്പൂർണമായി തകർന്നു എന്നാണ് അർത്ഥം. അങ്ങനെ തകർന്നാൽ മാത്രമേ, മതനിരപേക്ഷ സമൂഹത്തിന്റെ തകർച്ചയിൽ നിന്ന് മാത്രമേ വർഗീയ രാഷ്ട്രീയത്തിന് കൊടി ഉയർത്താൻ പറ്റൂ. അപ്പോ വർഗീയമായ വിഭജനത്തിലൂടെ മാത്രം, മനുഷ്യരെ മതഭ്രാന്തരാക്കി വർഗീയവാദികളാക്കി കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയും എന്ന് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്ന ഇന്ത്യൻ വർഗീയ രാഷ്ട്രീയത്തിന്റെ ശക്തികൾക്ക് സമൂഹത്തെ വിഭജിക്കുക എന്നതല്ലാതെ മറ്റു മാർഗമില്ല. അതിനുള്ള പരിശ്രമമാണ് ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുന്നത്. ആ പരിശ്രമത്തിന്റെ ആദ്യഘട്ടം ഇടതുപക്ഷ പുരോഗമന ആശയങ്ങളെ തകർക്കുക എന്നതാണ്. ഇടതുപക്ഷ പുരോഗമന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മതനിരപേക്ഷ നവോത്ഥാന പൈതൃകത്തെ തകർക്കുക എന്നതാണ്. അപ്പൊ ആ പരിശ്രമം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ കാലത്തെ മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ അപകടകരമായ പ്രവണതയാണ് പിന്തുണയ്ക്കുന്നത്. സമൂഹത്തെ വർഗീയവൽക്കരിക്കാനും കേരളത്തിന്റെ നവോത്ഥാന പുരോഗമന പാരമ്പര്യങ്ങളെ ശിഥിലമാക്കാനുമുള്ള വർഗീയ ശക്തികളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വിനീത വിധേയരായ പിന്തുണക്കാരായി നമ്മുടെ നാട്ടിലെ കുറെ ആളുകൾ, കുറെ മാധ്യമങ്ങൾ ഒക്കെ ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട്,
നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എത്രയോ കാലമായി സ്വീകരിക്കുന്നു. വാരാന്ത പതിപ്പ് മുതൽ കലണ്ടർ വരെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ തെളിവുകൾ കിട്ടും. ഞാനൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. നവോത്ഥാനത്തിന്റെ തുടർച്ചയുണ്ടാവേണ്ടത് ആ ദിശയിലല്ല. നിങ്ങൾക്ക് വാരഫലവും രാഹുകാലവും ഒക്കെ എഴുതി കുളിച്ച് കിളിച്ച് നടന്നിട്ട് അതിന്റെ പരിസരങ്ങളിൽ നിന്ന് നിങ്ങളെ വളരാൻ വിടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നവോത്ഥാനത്തിന് തുടർച്ചയുണ്ടാവില്ല. സി കേശവന്റേതുപോലെ ഒരു പ്രസംഗം ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് നടത്താൻ സാധിക്കൂ? പള്ളിവാളും കാൽച്ചിലും പോകുന്ന കഥ എഴുതിയ കഥാകൃത്ത് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ആരോഗ്യത്തോടെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സമാനമായ ഒരു കഥ ഇന്ന് എഴുതാൻ പറ്റും. ചെങ്ങമ്പുഴയുടെ പല കവിതകളും ഈ കാലഘട്ടത്തിലെ ഒരു കവിക്ക് രചിക്കാൻ സാധിക്കും. അവിടെയാണ് കേരളീയ നവോത്ഥാനത്തിന് ഒരു സ്തംഭനം നേരിട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനാവുക. ഇവിടെ വിശ്വാസികളെ അവർ പോലും അറിയാതെ വർഗീയവാദികളാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ആ നീക്കത്തെയാണ് എന്തോ കാരണങ്ങളാൽ നമ്മുടെ സമൂഹത്തിലെ മുന്നോട്ട് നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളിൽ തന്നെ ഒരു വിഭാഗം പിന്തുണച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പുസ്തകോത്സവത്തിന്റെ വാർത്ത അത് ജനങ്ങളിൽ എത്തുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം പുസ്തകം വായിക്കുന്ന ഒരു തലമുറ അത്ര പെട്ടെന്ന് വർഗീയവാദികളാവില്ല. എന്നാൽ അതിന്റെ വാർത്ത കൊടുക്കണമെങ്കിൽ നിങ്ങളൊരു വിവാദം ഉണ്ടാക്കുക, ഒരു വിവാദ പുസ്തകം പ്രകാശനം ചെയ്യൂ. വിവാദങ്ങൾക്ക് പുറകിൽ നിൽക്കുക, വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഔപചാരിക രീതിയായി മാറിയ അപകടകരമായ ഒരു സ്ഥിതി കേരളത്തിൽ നിൽക്കുന്നു. മറ്റു പലയിടത്തും ഉണ്ടാവാം, ഏറിയോ കുറഞ്ഞു. കേരളത്തിൽ പക്ഷേ മാധ്യമ പ്രവർത്തനം എന്നത് വിവാദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതായി മാത്രം മാറിയിരിക്കുന്നു. അത് അപകടകരമായ ഒരു പ്രവണതയാണ്. ഒരു ഗ്രീക്ക് ചലച്ചിത്രകാരനുണ്ട്, കോസ്റ്റ ഗാവറസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ നമ്മുടെ ചലച്ചിത്രമേളയിൽ സമീപകാലത്ത് ഇവിടെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ്, എനിക്ക് തോന്നുന്നു 100 അടുത്ത് വയസ്സുണ്ടാവും അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു സിനിമയുണ്ടായിരുന്നു, മാഡ് സിറ്റി എന്നാണ് പറയുന്നത്, ദ മാഡ് സിറ്റി. അതിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയമാക്കുന്നത് മാധ്യമങ്ങളുടെ ജനവിരുദ്ധമായ പ്രവർത്തന ശൈലിയെയാണ്. വിവാദങ്ങൾക്കും എക്സ്ക്ലൂസീവുകൾക്കും പുറകെ മാത്രം പായുന്ന ഹൃദയശൂന്യമായ മാധ്യമ പ്രവർത്തനത്തെയാണ് അദ്ദേഹം വിമർശന വിധേയമാക്കുന്നത്. ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് ആദരവോടുകൂടി പറയട്ടെ, നിങ്ങൾ കഴിയുമെങ്കിൽ ആ ചിത്രം കാണണം. നിങ്ങളിലെ പ്രതിഭാശാലിയായ മാധ്യമ പ്രവർത്തകനെ ചിലപ്പോൾ മുൻപോട്ട് കൊണ്ടുവരാൻ അത്തരത്തിലുള്ള വിമർശനങ്ങളും സഹായിച്ചേക്കും. ഞാൻ ആ സിനിമയുടെ കഥയാകെ ഇവിടെ വിശദീകരിക്കണമെന്ന് കരുതുന്നില്ല. അതിൽ ആകർഷകമായി തോന്നിയ ഒരു സംഭാഷണ ശകലമുണ്ട്. ഒരു അപകട സ്ഥലം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആവർത്തിച്ച് ടെലിവിഷൻ ചാനലിന്റെ ഓഫീസിൽ നിന്നും മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുന്നുണ്ട്, എത്ര പേർ മരിച്ചു? അതാണ് മരിച്ചവരുടെ എണ്ണം, മരിച്ചതിനെ സംബന്ധിച്ചുള്ള കാഴ്ച. അപ്പൊ സഹികെട്ട അവസാനം ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട്, മരിച്ചവരുടെ മൃതശരീരങ്ങൾ തേടി അലയുന്ന ഒരു കഴുകനല്ല ഞാൻ, ജീവൻ അവശേഷിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ മാധ്യമ പ്രവർത്തനത്തിന്റെ സമകാലിക മുഖത്തിന് നേരെ അതിശക്തമായ വിമർശനം ഒരു കലാസൃഷ്ടിയിലൂടെ കോസ്റ്റ ഗാവറസ് മുൻപോട്ട് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്നത് ഒരു സത്യാന്വേഷണമായി പരിണമിക്കേണ്ടതാണ്. സമൂഹം നേരിടുന്ന അപകടങ്ങളെ പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി മാധ്യമ പ്രവർത്തനത്തിനുണ്ട്. ഏത് വിധേനയും വിവാദ അന്തരീക്ഷം നിലനിർത്തി പരമാവധി പ്രേക്ഷകരെയും വായനക്കാരെയും ആകർഷിക്കുക എന്നതാവരുത് മാധ്യമ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. അങ്ങനെയാവുമ്പോൾ മാധ്യമ പ്രവർത്തനം സമൂഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാത്തതായി അവസാനിച്ചു. അതിന് നമ്മുടെ സമകാലിക ഉദാഹരണങ്ങൾ ഒരുപാട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ കൂടെ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങളും ശത്രുതയുമെല്ലാം കൂടിക്കലരുമ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അവരുടെ മൂലധന മാനേജ്മെന്റ് താല്പര്യത്തിന്റെ കൂടി ഭാഗമാണെങ്കിൽ പോലും ഏറ്റവും വലിയ എതിർക്കപ്പെടേണ്ട ശക്തി ഇടതുപക്ഷമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണോ? കേരളത്തിലെ ഇടതുപക്ഷമാണോ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ട വിഭാഗം? അങ്ങനെ പറയാനാവില്ല.
എന്തുകൊണ്ടാവില്ല? ഇന്ന് ഏത് നിലയിൽ നോക്കിയാലും നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായി എതിർക്കേണ്ടത് വർഗീയതയാണ്, വർഗീയമായ വിഭജനത്തെയാണ്, വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെയാണ്. അതിനു പകരം ഇടതുപക്ഷത്തിനെതിരായ ആക്രമണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വർഗീയ രാഷ്ട്രീയത്തിന് കുറേശ്ശെയാണെങ്കിലും സ്വാധീനം കടന്നു വരുന്നതായി 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മളെ ജാഗ്രതപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഒരു കാരണം മാധ്യമങ്ങളുടെ സമീപനം കൂടിയാണ് എന്ന് നാം കാണണം. ഏത് വങ്കത്തരവും വർഗീയതയുടെ പതാകയുടെ കീഴിൽ നിന്നൊരാൾ പറഞ്ഞാൽ ആഘോഷിക്കുന്ന മനോഭാവം നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഞാനിവിടെ ഉദാഹരണങ്ങൾ ആളുകളുടെ പേര് സഹിതം പറയാത്തത് വ്യക്തി കേന്ദ്രീകൃതമായി വ്യാഖ്യാനങ്ങളിലേക്കും അതുവഴി വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വിധം വങ്കത്തരങ്ങൾ, അബദ്ധങ്ങൾ, കോമാളിത്തരങ്ങൾ കാണിച്ചാൽ അതിനെ ആഘോഷിച്ച് അതിനെ ജനപ്രിയമാക്കി ആളുകളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം പോകുന്നതിൻ്റെ സമീപകാല ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. തെറ്റായ പ്രതീതി പരത്തുന്നതിന്റെ മുൻപിൽ നിൽക്കുന്നു. AKG സെന്റർ നേരെ ഒരു ആക്രമണം ഉണ്ടായി. എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഏറെ ദിവസം സ്വീകരിച്ച ശൈലി? അത് അന്വേഷിക്കട്ടെ. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികൾ നിയമത്തിന്റെ മുൻപാകെ വരുമ്പോൾ അത് പ്രാധാന്യത്തോടു കൂടി ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക മാധ്യമ ധർമ്മമാണ്. എന്നാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ അത് CPIM തന്നെ ആസൂത്രണം ചെയ്തൊരു നാടകമാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എത്ര ഉത്തരവാദിത്വരഹിതമായ മാധ്യമ പ്രവർത്തനമാണ് നടന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ഒരാൾ ബോംബെറിയുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, പ്രധാന മാധ്യമങ്ങൾ തന്നെ അത് CPIM-കാര് തന്നെ നടത്തിയൊരു നാടകമാണ് എന്ന ഒരു കഥ പ്രചരിപ്പിക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു ചാനൽ കിട്ടിയോ എന്നൊരു ചോദ്യം തന്നെ കുറേ ദിവസം ചർച്ച ചെയ്തു. ആരെ കിട്ടിയോ? പ്രതിയെ കിട്ടിയോ എന്ന് പരിഹാസ രൂപേണ ചോദിക്കുകയാണ്. ഇത് ആരെയും കിട്ടാനൊന്നും പോകുന്നില്ല, ഇത് ഇവര് തന്നെ ഒരു നാടകം ഉണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അവസാനം പ്രതിയെ പിടിച്ചു. ശാസ്ത്രീയമായ കേസന്വേഷണം, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി പിടിച്ചു, കോടതിയിൽ ഹാജരാക്കപ്പെട്ടു, റിമാൻഡ് ചെയ്യപ്പെട്ടു, കേസ് മുൻപോട്ട് പോകുന്നു. മാധ്യമങ്ങൾ ആത്മവിമർശനം നടത്തേണ്ട ഒന്നാണത്. അല്പമെങ്കിലും മാധ്യമ പ്രവർത്തനത്തെ ആദരവോടെ കാണുന്നവരാണ് എങ്കിൽ തങ്ങൾക്ക് സംഭവിച്ച പിശകെന്ത് എന്ന് തുറന്ന മനസ്സോടെ പരിശോധിക്കാനും തിരുത്താനും സാധിക്കേണ്ടതാണ്. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം അഗ്നിക്കിരയാക്കി. എത്ര കാലം അദ്ദേഹം സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി. അതിലൊരു പങ്ക് മാധ്യമങ്ങൾക്കായിരുന്നു. മാധ്യമങ്ങൾ അവിടെ കൈകോർത്തത് സംഘപരിവാരവുമായാണ്, RSSുമായി കൈകോർത്തു. RSSന്റെ സംസ്കാരരഹിതമായ വിമർശനത്തോടൊപ്പം നിന്നു മാധ്യമങ്ങൾ. ഇത് സ്വാമി തന്നെ കത്തിച്ചതാണ് എന്ന നിലയിലായിരുന്നു പ്രചരണം. അവസാനം വൈകിയാണെങ്കിലും പ്രതികളിലേക്ക് അന്വേഷണം എത്തി. മാധ്യമങ്ങൾ അവിടെ നിശബ്ദരായിരുന്നു. വസ്തുത ജനങ്ങളുടെ മുൻപാകെ വെളിപ്പെട്ടപ്പോൾ ഏതെങ്കിലും മാധ്യമം കുറ്റബോധത്തോടു കൂടി തിരുത്തിയോ എന്നത് സംശയമാണ്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഞാനിതൊരു മാധ്യമ വിചാരണയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല, കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നുമില്ല. പറഞ്ഞു വന്നത്, നാട് അപകടകരമായ വെല്ലുവിളിയെ നേരിടുന്നു. എല്ലാ ഉച്ചനീചത്വങ്ങൾക്കുമെതിരായ പോരാട്ടത്തിൽ മാതൃകകൾ സൃഷ്ടിച്ച ഒരു നാട്, ഒരു ജനത. ആ നാടിനെ തകർക്കാൻ വർഗീയതയുടെ ശക്തികൾ കടന്നു വരും. വിശ്വാസികളെ വർഗീയവാദികളാക്കാനുള്ള രാഷ്ട്രീയ അജണ്ട ശക്തമായി വരും. കേന്ദ്ര രാഷ്ട്രീയാധികാരത്തിന്റെ പിൻബലത്തിൽ ആ അജണ്ട വരും. എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന നാടായി കേരളം തുടരണമെന്നും, അങ്ങനെ തുടരണമെങ്കിൽ വർഗീയതയെ നാം ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്നുമുള്ള ബോധ്യത്തിലേക്ക്
നമ്മുടെ മാധ്യമങ്ങൾ വരേണ്ടതാണ്. നാട് നേരിടുന്ന അപകടം എന്താണെന്ന് ശരിയായി തിരിച്ചറിയാനും ആ അപകടത്തെ നേരിടാനുള്ള ഒരു ഉത്തരവാദിത്വം തങ്ങൾക്ക് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനും മാധ്യമങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. കേരളം തകർന്നാൽ, കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എണ്ണമെടുത്താലും അത് ഗണ്യമാണ്, നല്ലതുപോലെയുണ്ട്. മതനിരപേക്ഷതയുടെ അടിത്തറയിലല്ലാതെ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് നിലനിൽക്കാനാവില്ല. എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ നല്ലതുപോലെയുള്ള ഒരു നാടാണ്. ആ ജനങ്ങൾക്കിടയിലുള്ള ഐക്യമാണ് കേരളത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനം. എല്ലാ രംഗങ്ങളിലും കേരളം മുന്നോട്ട് വന്നു, കേരളം വളർന്നു. ഇപ്പോ അന്താരാഷ്ട്ര തലത്തിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ചാൽ ഇന്ത്യയുടെ പൊതുരീതിയിൽ നിന്നും വേറിട്ട ഒരു നാടായി കേരളം അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട്. വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ പല സൂചികകളോടും മത്സരിക്കാൻ സജ്ജമായിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അത് ശിശുമരണ നിരക്കിന്റെ കാര്യമായാലും സാക്ഷരതയുടെ കാര്യത്തിലായാലും അമ്മമാരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്കൊരു മത്സരക്ഷമത കൈവന്നു. നമ്മളെ വിലയിരുത്തുന്നത് വികസിത മുതലാളിത്ത രാജ്യങ്ങളുമായാണ്. ആ നാട് ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട്, ഇനിയും വളരേണ്ടതുണ്ട്. വിവിധ രംഗങ്ങളിൽ നാം ഇപ്പോഴും ആ മുന്നേറ്റത്തിന്റെ പാതയിൽ തന്നെയാണ്. പക്ഷെ ആ നാടിനെ സമ്പൂർണമായി തകർക്കും വിധം വർഗീയമായി ശിഥിലമാക്കി ചിഹ്ന ഭിന്നമാക്കിയാലോ? ആ അപകടകരമായ പരീക്ഷണത്തിനാണ് കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കുന്നത് എല്ലാ മലയാളികളുടെയും പൊതുവായ ഒരാവശ്യമാണ്. ആ ആവശ്യം അട്ടിമറിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവരും പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.